വിദ്യാഭ്യാസം എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ വേർഡിന് 6 പ്രത്യേക ഉച്ചാരണങ്ങൾ മലയാളത്തിലുണ്ട്. എഡ്യൂക്കേഷൻ, 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 എഡ്യൂക്കേഷൻ എന്നിങ്ങനെ 6 പ്രത്യേക രീതികളിൽ നമ്മൾ എഴുതുകയും പഠിപ്പിക്കുകയും പുസ്തകങ്ങളിൽ പ്രിന്റ് ചെയ്യുകയും ചെയ്യും. ഇത് മലയാളത്തിൽ ഓക്കെയാണ്, ബട്ട് നോട്ട് ഇൻ ഇംഗ്ലീഷ്. എന്താണ് ഇംഗ്ലീഷിലെ കുഴപ്പമെന്ന് നോക്കാം. അവസാനത്തെ 2 ശബ്ദങ്ങൾ നോക്കുക, 2 ഉച്ചാരണങ്ങൾ നോക്കുക. അതിൽ ജ്യ എന്നൊരു ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ജ്യ എന്ന ശബ്ദം ഇംഗ്ലീഷിൽ ഇല്ലേ ഇല്ല. അതുകൊണ്ട് മാത്രം ആ 2 ഉച്ചാരണങ്ങളും തെറ്റാണ്. ഇനി അവശേഷിക്കുന്ന 4 എണ്ണത്തിൽ ഡ്യ എന്ന ശബ്ദവും ജ എന്ന ശബ്ദവുമാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഇംഗ്ലീഷിൽ കറക്റ്റാണ്, രണ്ടും ഇംഗ്ലീഷിലുണ്ട്. അതിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന വൗവൽ നോക്കൂ, അത് വ്യത്യാസമുണ്ട്. അതിൽ 2 എണ്ണത്തിൽ ഷോർട്ട് വൗവലും 2 എണ്ണത്തിൽ ലോങ് വൗവലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഊ എന്നും ഊ എന്നും. ഇത് രണ്ടും ഇംഗ്ലീഷിലുള്ളതാണ്, പക്ഷേ ഈ വേർഡിലുള്ളത് ഷോർട്ട് വൗവലാണ്, നോട്ട് ലോങ് വൗവൽ. അപ്പോൾ ലോങ് വൗവൽ ഉപയോഗിച്ച ആ 2 ഉച്ചാരണങ്ങളും തെറ്റായിട്ട് മാറും. അപ്പോൾ എഡ്യു അല്ലെങ്കിൽ എജു, ഇതാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണം. ഇംഗ്ലണ്ടിൽ ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്, അമേരിക്കയിൽ എജു എന്ന് മാത്രമാണ് ഉപയോഗിക്കുക. പ്രശ്നം ഇവിടെ തീർന്നില്ല. ഓവർ ടു ദ സെക്കൻഡ് പാർട്ട്. അവിടെ ക എന്നൊരു ശബ്ദം കാണാം. ക പ്ലസ് ക കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇത് ഇംഗ്ലീഷിൽ ഇല്ലാത്തതാണ്. ഇംഗ്ലീഷിൽ ഒരു ക മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ ഈ ക ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് എന്ന് വെച്ചിരുന്നാൽ നമ്മളൊരു വേർഡിൽ ഉറപ്പിച്ച് പറയുന്ന, സ്ട്രോങ് ആക്കി പറയുന്ന ഭാഗത്തിനെയാണ് സ്ട്രെസ് എന്ന് പറയുക. ഈ കായുടെ മേലാണ് സ്ട്രെസ് വരുന്നത് ഈ വേർഡിൽ. അപ്പോൾ ക എന്ന ശബ്ദത്തിൽ സ്ട്രെസ് വന്നാൽ അത് ഹ എന്നൊരു ശബ്ദം കൂടെ ചേർത്തിട്ട് ക പ്ലസ് ഹ ഇസ് ഈക്വൽ ടു ഖ എന്ന് മാറും. അപ്പോൾ ഇവിടുത്തെ ശരിക്കുള്ള ശബ്ദം ഖായാണ്. അതിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന വൗവൽ നോക്കൂ, എ എന്നൊരു വൗവലാണ്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ലേ ഇല്ല. എ എന്നൊരു ശബ്ദമില്ല. എ ഉണ്ട്, എ ഇല്ല. ഇവിടെ ഇത് രണ്ടും അല്ല ഉപയോഗിക്കുക, എയ് എന്നൊരു ശബ്ദമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടുന്നത്. സോ ഖ പ്ലസ് എയ്, ഖെയ്, ഖെയ് എന്നാണ് ഇവിടെ വരിക. ഖേഷൻ. So that's the second part of this word, ഖേഷൻ. So the first part is edu and the second part is ഖേഷൻ, education. Education, that's the correct pronunciation of this word. Thank you.